എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 84-ാമത്തെ വീഡിയോ ആണ്. ഈ 84-ാമത്തെ വീഡിയോ തൊട്ട് ഒരു 8 വീഡിയോകൾ, അതായത് 91-ാമത്തെ വീഡിയോ വരെ നമ്മൾ ഒരു സെറ്റ് ആയിട്ട് നമ്മൾ കാണാൻ പോവാണ്. അത് എതിനെക്കുറിച്ചെന്ന് വെച്ച് ചോദിച്ചാൽ ആസ്ട്രൽ ബോഡിയെക്കുറിച്ചാണ്. ഇപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതായത് പഞ്ചകോശങ്ങൾ എന്ന് പറഞ്ഞ്, അതായത് 5 കോശാസ് എന്ന് പറഞ്ഞ്. ഈ കോശ അല്ലെങ്കിൽ ലേയർ എന്ന് പറയുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഉള്ളി തൊലിക്കുമ്പം ഓരോ പാളമായിട്ട് വരുന്നില്ലേ, അതാണ് ഓരോ ലേയറിനെ, ഒരു പാളത്തിനെ ഒരു കോശ എന്ന് പറയാം. അപ്പം ഈ പഞ്ചകോശങ്ങളെക്കുറിച്ചും അതിൽ മൂന്നാമതായിട്ട് വരുന്ന ആസ്ട്രൽ ബോഡിയെക്കുറിച്ചുമാണ് ഇത്രയും വീഡിയോകളിൽ നമ്മൾ കാണാൻ പോകുന്നത്. ആസ്ട്രൽ ബോഡി എന്ന് വെച്ചാൽ എന്തുവാ, ആസ്ട്രൽ ബോഡിക്കകത്ത് എന്തൊക്കെ ഉണ്ട്, അതിനെക്കുറിച്ചുള്ള നല്ല വിസ്തരിച്ച വീഡിയോകളായിരിക്കും ഇത്രയും വീഡിയോകൾ. എന്താ വെച്ചാൽ ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴിലും എല്ലാ ലാംഗ്വേജിലും ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ ഗുരുക്കന്മാരുടെ അടുത്തുനിന്ന് പഠിച്ചെടുത്തതും ഞാൻ മനസ്സിലാക്കിയെടുത്തതും ഞാൻ ബുക്കിൽ നിന്ന് വായിച്ചതും എനിക്ക് അങ്ങും ഇങ്ങുമായിട്ട് 1-2 അനുഭവങ്ങൾ കിട്ടിയതും എല്ലാം കൊണ്ടും ആണ് ഈ വീഡിയോകളെ അവതരിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആസ്ട്രൽ ബോഡിയുടെ ഒരു ഇൻട്രഡക്ഷനാണ് ഇന്നത്തെ വീഡിയോ. അതായത് ആസ്ട്രൽ ബോഡി ഇൻ ദ ഹ്യൂമൻ സിസ്റ്റം, മനുഷ്യർക്കുള്ള ആസ്ട്രൽ ബോഡിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇതിൽ അപ്പം ആദ്യത്തെ കാര്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് 5 കോശങ്ങളെക്കുറിച്ചാണ്. അതിൻ്റെ 5 കോശങ്ങൾ ഇത് പറയുമ്പോഴത്തേക്ക് തന്നെ ഇതിൻ്റെ ഇടയിൽ അതിൻ്റെ പടങ്ങളും ഇടും. അപ്പം കുറച്ചും കൂടെ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഞാൻ അന്നേ പറഞ്ഞേ. ഇപ്പം ഞാൻ തൽക്കാലം നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നേ ഉള്ളൂ. ഇനി പോകെ പോകെ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡായിട്ടുള്ള പഠനം നടത്താം എന്ന് ആ സമയം ഇപ്പം വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അതിനെക്കുറിച്ചായിരിക്കും. അപ്പം നമ്മൾ ഇന്ന് ആസ്ട്രൽ ബോഡി ഇൻ ദ ഹ്യൂമൻ സിസ്റ്റം, നമ്മുടെ മനുഷ്യർക്കുള്ള ആസ്ട്രൽ ബോഡിയെക്കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം 5 കോശങ്ങൾ എന്തൊക്കെയാ? അന്നമയ കോശം അല്ലെങ്കിൽ ഫിസിക്കൽ ബോഡി, പിന്നെ മനോമയ കോശം അല്ലെങ്കിൽ മെൻ്റൽ ബോഡി, മൂന്നാമത് പ്രാണമയ കോശം അല്ലെങ്കിൽ ആസ്ട്രൽ ബോഡി, എനർജി ബോഡി. ഈ മൂന്നും ഒരേ പേരാണ്, ഒരേ ലെയറിനുള്ള പേര്. 4-ാമത്തെ കോശ എന്ന് പറയുന്നതാണ് വിജ്ഞാനമയ കോശ. 5-ാമത്തെ കോശ എന്ന് പറയുന്നതാണ് ആനന്ദമയ കോശ. ഓക്കെ, അപ്പം ഇതിൽ നമ്മളിപ്പം നടത്തുന്ന ഈ പഠനങ്ങളെല്ലാവേ ഫിസിക്കൽ ബോഡിയെക്കുറിച്ചും, അതായത് അന്നമയ കോശത്തിനെയും മനോമയ കോശത്തിനെയും പ്രാണമയ കോശത്തിനെയും ചുറ്റിയതായിരിക്കും. ഞാൻ നേരത്തെ 2-3 വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ വിജ്ഞാനമയ കോശത്തിനെയും ആനന്ദമയ കോശത്തിനെയും കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ ആ സ്ഥിതിക്ക് നമ്മൾ ഉയർന്നിട്ടില്ല. പക്ഷേ നമ്മൾ തന്നെ ഉയർന്നിട്ട് അതിനെക്കുറിച്ച് പഠിക്കണമെന്നില്ല. നേരത്തെ ആൾക്കാരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പറഞ്ഞ് തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്കറിയാം. ഇതെല്ലാം ഒരു അറിവ് നേടുന്നതിൻ്റെ ഒരു ഭാഗമാണ്. അതായത് ഇതെല്ലാം നമുക്ക് നേരത്തെ അറിഞ്ഞിരുന്നാൽ നാളെ നമുക്ക് സ്വയമായിട്ട് ഒരു എക്സ്പീരിയൻസ് വരുമ്പം നമുക്കതിനെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ അറിവ് എന്ന് പറയുന്നത് ആവശ്യമാകുന്നത്. ഈ അറിവായിരിക്കും നമ്മളുടെ സ്വന്തം എക്സ്പീരിയൻസ് വരുമ്പം അതിനെ വിസ്ഡം എന്ന് പറയുന്നത്. എന്തുവാ? ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പം നോളേജ് എന്ന് പറയുന്നത് അറിവ്, വിസ്ഡം എന്ന് പറയുന്നത് ജ്ഞാനം. അപ്പം എപ്പം ഈ അറിവ് ജ്ഞാനമാകും? നമുക്ക് സ്വയം അത് നമുക്ക് മനസ്സിലാകണം, നമ്മളുടെ എക്സ്പീരിയൻസിൽ വരണം. അപ്പം മാത്രമേ നമ്മളുടെ അറിവ് ജ്ഞാനമായിട്ട് മാറത്തുള്ളൂ. അല്ലെങ്കിൽ അത് വെറും അറിവായിട്ട് തന്നെ ഇരിക്കും.
പക്ഷേ ഈ എക്സ്പീരിയൻസിൽ കിട്ടുമ്പം പല പല എക്സ്പീരിയൻസ് നമുക്ക് വരുമ്പോൾ അതിനെ മനസ്സിലാക്കാൻ നേരത്തെ ഉള്ള അറിവ് ആവശ്യമാണ്. ഓക്കെ, അതാണ് ഇതിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിൽ ഈ ആസ്ട്രൽ ബോഡി ഈ 5 കോശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി. ഇതിൽ അപ്പം അന്നമയ കോശം എന്ന് പറയുന്നത് എന്തുവാ? നമ്മൾ കാണുന്ന സ്ഥൂല ശരീരം. അത് അന്നമയ കോശം എന്ന് പറയാൻ കാരണം തന്നെ നമ്മൾ കഴിക്കുന്ന അന്നം കൊണ്ടാണ് അത് വളരുന്നത്. ഓക്കെ, അതാണ്. പിന്നെ മനോമയ കോശത്തിനെ കുറിച്ച് നമ്മൾ ആവശ്യത്തിന് വായിച്ചിട്ടുണ്ട്, ആവശ്യത്തിന് പഠിച്ചു, ആവശ്യത്തിന് മനസ്സിലാക്കി. എന്ന് വെച്ചാൽ മൈൻഡ് ആസ് എ ടൂൾ. ഈസ് മൈൻഡ് യുവർ ടൂൾ. അതായത് മനസ്സിനെ വെച്ചുകൊണ്ട് നമുക്ക് മുക്തി തേടാൻ പറ്റുമോ, മുക്തി നേടാൻ പറ്റുമോ, മനസ്സിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, മനസ്സിൻ്റെ രീതികൾ എങ്ങനെയാ, അതെല്ലാം നമ്മൾ 5 വീഡിയോസായിട്ട് നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കി. ഓക്കെ, അത്. അപ്പം അടുത്തത് 3ാമത്തെ കോശം എന്ന് പറയുന്നതാണ് ഈ പ്രാണമയ കോശം. ഇതിൽ ചില രീതിയിൽ, അതായത് ഈ ആയുർവേദ രീതി, അതായത് യോഗിക് രീതി, അങ്ങനെ പല പല രീതികളുണ്ടല്ലോ. അതിൽ ചിലർ ഈ 1ാമത്തെ അന്നമയ കോശം എല്ലാവർക്കും കോമൺ ആണ്. ചിലർ 2ാമത്തെ കോശത്തിനെ മനോമയ കോശമെന്നും 3ാമത്തെ ലെയറിനെ പ്രാണമയ കോശമെന്നും പറയും. ചില ബുക്കുകളിൽ ചില രീതിയിൽ 2ാമത്തെ ലെയർ ഒന്ന് പ്രാണമയ കോശമെന്നും 3ാമത്തെ ലെയറാണ് മനോമയ കോശമെന്നും പറയും. ഇതിൽ ആര് ശരി ആര് തെറ്റെന്നല്ല, രണ്ടും ശരിയാണ്. ഞാൻ എന്തുകൊണ്ട് ഈ രണ്ടും ശരിയാണ് എന്നുള്ള ഒരു നിലപാടിൽ വരുന്നതെന്നുള്ളത് ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് ഈ ഫിസിക്കൽ ബോഡി നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒറ്റ ലെയറാണ് ഈ ഫിസിക്കൽ ബോഡി, അന്നമയ കോശം. ഓക്കെ, ബാക്കി 4ഉം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. ഓക്കെ, പക്ഷേ ഈ മനോമയ കോശം എന്ന് പറയുന്നത് മനസ്സാണ്. അപ്പം മനസ്സ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും മനസ്സുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പം മനസ്സ് എൻ്റെ നെഞ്ച് തൊട്ട് പറയുന്നു, എൻ്റെ മനസ്സ് നിറഞ്ഞ്, നീ പറയുന്ന വർത്താനം, നീ ചെയ്യുന്ന ചെയ്ത്ത് എൻ്റെ മനസ്സ് നിറഞ്ഞു, ഞാൻ ധന്യയായി എന്നൊക്കെ പറയുന്നു. എൻ്റെ മനസ്സ് നിറച്ച് ദുഃഖം. ഇതെല്ലാം നമ്മൾ മനസ്സ് നമ്മുടെ നെഞ്ചിനെ തൊട്ട് പറയുന്നെങ്കിലും മനസ്സ് ദേഹത്തിലെ എല്ലാ സെൽസിലും വ്യാപിച്ചിരിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ മനസ്സിനെ കാണാനോ തൊടാനോ പറ്റൂല. ഓക്കെ, അത്. ഇപ്പം അടുത്തത് ഈ വീഡിയോയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് പ്രാണമയ കോശം 3ാമത്തെ ലെയറാണ്. അതിന് വേറെ 2 പേരുകളാണ്, ആസ്ട്രൽ ബോഡി അല്ലെങ്കിൽ എനർജി ബോഡി. ഓക്കെ, അത്. ഇപ്പം ഈ പ്രാണമയ കോശം എന്ന് പറയുന്നത് എന്തുവാ? ഇത് എന്തുകൊണ്ടാണ് ചിലർ 2ാമത്തെ ലെയർ എന്ന് പറയുന്നത്, ചിലർ 3ാമത്തെ ലെയർ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ അതിന് കാരണമുണ്ട്. അത് രണ്ടും ശരിയെന്ന് ഞാൻ പറയുന്നതിനും അർത്ഥമുണ്ട്. എന്തെന്ന് വെച്ചാൽ ഇപ്പം ഒരു 3 ബുക്ക് ഇങ്ങനെ വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ 3 തട്ടം ഇങ്ങനെ വെച്ചിരിക്കുന്നു. ആദ്യത്തെ തട്ടമാണ് ഫിസിക്കൽ ബോഡി, 2ാമത്തെ തട്ടമാണ് ഈ മെൻ്റൽ ബോഡി, 3ാമത്തെ തട്ടമാണ് ഈ ആസ്ട്രൽ ബോഡി. പക്ഷേ നമ്മൾ ഈ ലെയറായിട്ട് പഠിച്ചാലും ഈ ആസ്ട്രൽ ബോഡി എന്ന് പറയുന്നത് ഈ പഞ്ഞി കൊണ്ട് ഉണ്ടാക്കിയ ഒരു പാവ, ഒരു ഡോൾ ഉണ്ടെങ്കിൽ അതെങ്ങനെ ഇരിക്കും, അങ്ങനത്തെ രീതിയാണ് ഈ ആസ്ട്രൽ ബോഡി. ഓക്കെ, അപ്പോൾ ഈ ആസ്ട്രൽ ബോഡിയുടെ ജോലി എന്തുവാ? ആസ്ട്രൽ ബോഡി എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ആസ്ട്രൽ ബോഡി 3 കാര്യങ്ങൾ ചെയ്യുന്നു. ഒന്ന്, നമ്മുടെ ഫിസിക്കൽ ബോഡിയെയും കോസ്മോസിനെയും ജോയിൻ ചെയ്യുന്ന ഒരു പാലമായിട്ടാണ് ഈ ആസ്ട്രൽ ബോഡി പ്രവർത്തിക്കുന്നത്. 2ാമത്, നമ്മുടെ മനോമയ കോശത്തിനെയും പ്രപഞ്ചത്തിനെയും ഇണയ്ക്കുന്നതായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു പാലമാണ് ഈ ആസ്ട്രൽ ബോഡി. 3ാമത്, നമ്മുടെ ഫിസിക്കൽ ബോഡിയും അന്നമയ കോശത്തിനെയും മനോമയ കോശത്തിനെയും ഇണയ്ക്കുന്നെന്ന് വെച്ചാൽ ഈ 2ൻ്റെ ഇടയിൽ ഇങ്ങനെ ഊടുരുവി നിൽക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ വ്യാപിച്ചിരിക്കും. അതാണ് കറക്റ്റ് വാക്ക്, വ്യാപിച്ചിരിക്കും. ഊടുരുവി എന്ന് പറയുന്നത് തമിഴായിരിക്കാം. ഊടുരുവി നിൽക്കുന്ന വെച്ചാൽ
ഇടയിൽ ഇങ്ങനെ വ്യാപിച്ചിരിക്കും. അപ്പം ഈ 3 ജോലിയുമാണ് മെയിനായിട്ട് ഈ പ്രാണമയ കോശം ചെയ്യുന്നത്. അപ്പം ഇറ്റ് ഈസ് കണക്റ്റിംഗ് എന്തുവാ അന്നമയ കോശം ആൻഡ് പ്രപഞ്ചം. രണ്ടാമത്തെ ജോലി കണക്റ്റിംഗ് മനോമയ കോശം ആൻഡ് പ്രപഞ്ചം. മൂന്നാമത്തെ അന്നമയ കോശത്തിനെയും മനോമയ കോശത്തിനെയും ഇണയ്ക്കുന്നതാണ് ഈ പ്രാണമയ കോശം. അതുകൊണ്ട് തന്നെയാണ് ചിലര് രണ്ടാമത് ലെയറായിട്ട് പ്രാണമയ കോശത്തിനെ പറയുന്നത്. ഇപ്പം മനസ്സിലായല്ലോ? ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു രൂപകം. ഓക്കെ, ഇതിൽ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇത് നമുക്കാർക്കും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് എങ്ങനെ അറിയാം, നമ്മൾ എങ്ങനെ പറയുന്നു എന്ന് വെച്ചാൽ, പണ്ടേ കാലത്ത് ഋഷിമാരും മുനിമാരും 1000 വർഷം 100 വർഷം 200 വർഷം എന്ന് കണക്കിടാൻ പറ്റത്തില്ല. കണക്കിടാൻ വയ്യാത്ത വർഷങ്ങൾ തപസ്സിരുന്ന് മെഡിറ്റേഷൻ ചെയ്ത് അവരുടെ ജ്ഞാനക്കണ്ണുകൊണ്ട് മനസ്സിലാക്കിയെടുത്ത കാര്യങ്ങളാണ് ഈ ആസ്ട്രൽ ബോഡീനെ കുറിച്ചും മനസ്സിനെ കുറിച്ചും ഒക്കെ പറയുന്നത്. ഓക്കെ, പക്ഷെ അവർക്കൊക്കെ നല്ലപോലെ മനസ്സിലായി, അവർക്ക് നല്ല വ്യക്തത ഉണ്ടായിരുന്നുകൊണ്ട് ഇന്നത് എന്ന് അവർ നമുക്ക് പറഞ്ഞു വെച്ചിട്ട് പോയി. നമ്മൾ അതിനെ ഫോളോ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഈ വക കാര്യങ്ങളൊക്കെ ഓരോരുത്തർക്കും അവരവരുടെ അനുഭവത്തിൽ, എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ അനുഭവത്തിൽ വന്നാൽ മാത്രമേ നമുക്കത് പിടികിട്ടത്തുള്ളൂ, മനസ്സിലാവത്തുള്ളൂ. ഇപ്പോൾ ഒരു ലഡ്ഡു വെച്ചോണ്ട് ഇത് മധുരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അപ്പം നമ്മൾ വിചാരിക്കും ഈ മധുരം എന്ന് പറഞ്ഞാൽ എന്തുവാ, പച്ചയാണോ ചുമപ്പാണോ കറുപ്പാണോ വെളുപ്പാണോ എന്ന്. പക്ഷെ അത് കഴിച്ചു നോക്കുമ്പോഴേ ആ മധുരത്തിൻ്റെ അർത്ഥം മനസ്സിലാവത്തുള്ളൂ. അതുപോലെ ഇപ്പം നമ്മൾ പഠിക്കുന്നതൊക്കെ ബുക്കിഷ് നോളേജ് എന്ന് വെച്ചാൽ പുസ്തകത്തിൽ നിന്ന് പഠിച്ചതും അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ അടുത്തുനിന്ന് പഠിച്ചതും അല്ലെങ്കിൽ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതും ഒക്കെയാണ്. ഇത് നമ്മളുടെ സ്വന്തം അനുഭവത്തിൽ വരുമ്പം നമുക്ക് ഇതിനെക്കാട്ടിലും വ്യക്തതയോടുകൂടി നമുക്ക് കാണാൻ പറ്റും, അതിനെ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കുക, അതിനു വേണ്ടി പ്രയത്നിക്കുക. ഓക്കെ, അത് ചുമ്മാതെ ഇങ്ങനെ വീഡിയോ കേട്ടിട്ട് കാര്യമില്ല. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം. മണിക്കൂറുകൾ, ദിവസങ്ങൾ റെഗുലറായിട്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പം ഇതെല്ലാം നമുക്ക് നമ്മുടെ ജ്ഞാനക്കണ്ണുകൊണ്ട് കാണാൻ പറ്റും, അറിയാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ആസ്ട്രൽ ബോഡിയുടെ കാര്യം. ഇപ്പം ഈ ആസ്ട്രൽ ബോഡിയിൽ എന്തുകൊണ്ട്, അപ്പം ആസ്ട്രൽ ബോഡി എന്ന് പറയുന്നത് എന്തുകൊണ്ട്, ഇപ്പോൾ ഒരു വീട് നിന്ന് എടുത്താൽ അതിനകത്ത് മെയിനായിട്ട് ചെങ്കല്ലുണ്ട്, അതായത് ചുടുകട്ടയുണ്ട്, സിമെൻ്റ് ഉണ്ട്, പൂശുന്ന അതിൻ്റെ മോട്ടറുണ്ട്, പല കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഈ കലവ, മണ്ണും കല്ലും ജെല്ലിയും എല്ലാം കൂടെ കുഴച്ചടിച്ച് പൂശുന്ന കാര്യങ്ങളുണ്ട്. സിമെൻ്റ് ഇട്ട് പൂശുന്നുണ്ട്. അതുപോലെ ഈ ഒരു വീടായാൽ അങ്ങനെ. അതുപോലെ ഈ ആസ്ട്രൽ ബോഡിയിൽ എന്തോ ഉണ്ട്. വാട്ട് ഈസ് ഇറ്റ് മെയ്ഡ് അപ്പ് ഓഫ്? ആസ്ട്രൽ ബോഡിയിൽ എന്തൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചാൽ വളരെ വളരെ പ്രാധാന്യമായിട്ടുള്ള കാര്യങ്ങൾ ഈ ആസ്ട്രൽ ബോഡിയിലാണ് ഉള്ളത്. അതായത് ആസ്ട്രൽ ബോഡിയിൽ 72,000 നാഡികളുണ്ട്, 114 ചക്രങ്ങളുണ്ട്. എത്ര ഉണ്ട്? 72,000 നാഡികളും 114 ചക്രങ്ങളും ഉണ്ട്. അപ്പം അടുത്തത് നാഡികൾ എന്ന് വെച്ചാൽ എന്തുവാ, ചക്രങ്ങൾ എന്ന് വെച്ചാൽ എന്തുവാ, അതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള പഠനമാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പം ഈ 72,000 നാഡികൾ ചോദിക്കാം നമുക്ക്, ഈ 72,000 ആര് എണ്ണി? ഞാൻ എണ്ണിയതല്ല, എൻ്റെ ഗുരുക്കന്മാർ പോലും അത് എണ്ണിയിട്ടുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പണ്ടേ കാലത്ത് നേരത്തെ പറഞ്ഞ പോലെ ഋഷികളും മുനികളും ഇരുന്ന് തപസ് ചെയ്തപ്പം അവർ എണ്ണി വെച്ചത്, അതിൽ കുറേ നാഡികൾക്ക് പേരുകൾ തന്നിട്ടുണ്ട്, അതിൻ്റെ പ്രയോജനങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ ഒരുപാട് ഗവേഷണങ്ങൾ അവർ നടത്തിയതാണ്. അപ്പം അവർ എണ്ണിവെച്ച നമ്പറാണ് ഈ 72,000 നാഡികൾ. ഓക്കെ, അപ്പം ഈ നാഡി എന്ന് വെച്ചാൽ എന്തുവാ? അടുത്ത ചോദ്യം, നാഡി എന്ന് വെച്ചാൽ എന്തുവാ? നാഡി എന്ന് വെച്ചാൽ എനർജി ചാനൽ. അപ്പോൾ എന്തൊരു ചാനലാ എനർജി ചാനൽ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഈ പൈപ്പിൻ്റെ ഇല്ല വെള്ളം പോകുന്ന ട്യൂബ്,
അതിനെ ഒരു ചാനൽ എന്ന് പറയും. നമ്മൾ TV ചാനൽ കാണുന്നത് അതും ഏകദേശം അതുപോലെ ഉള്ളതുകൊണ്ടാണ് അതിന് ചാനൽ എന്ന് പേരിട്ടത്. അപ്പം ചാനൽ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ PVC പൈപ്പ് നിങ്ങൾ ഇമാജിൻ ചെയ്തോളൂ. നിങ്ങൾ ഒരു ചെറിയ ഒരു ട്യൂബ്, പ്ലാസ്റ്റിക് ട്യൂബായിരിക്കാം, PVC ആയിരിക്കാം, ഇരുമ്പായിരിക്കാം. പണ്ടൊക്കെ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ട്യൂബിലാണ് വെള്ളം അയച്ചുകൊണ്ടിരുന്നത്. ഇപ്പം അതിനെല്ലാം PVC ആക്കി. വാട്ട് എവർ ഇറ്റ് ഈസ്, അത് ഈ ഒരു ട്യൂബ് ചാനൽ എന്ന് വെച്ചാൽ ഒരു ട്യൂബ്. ഓക്കെ, വെള്ളത്തിൻ്റെ ട്യൂബിൽ വെള്ളം ഓടും. ഇത് എനർജി ട്യൂബുകളാണ്, എനർജി ചാനൽസ് ആണ്. അപ്പം ഇതിനകത്ത് എനർജി ഓടും. അപ്പം എനർജി എന്ന് വെച്ചാൽ എന്തുവാ? നമ്മുടെ പ്രാണൻ. എനർജി എന്ന് പറഞ്ഞാൽ പ്രാണൻ. ഓക്കെ, പ്രാണൻ എന്ന് വെച്ചാൽ എന്തുവാ? പ്രാണൻ എന്ന് വെച്ചാൽ നമ്മുടെ ജീവൻ, പ്രാണശക്തി. നമ്മുടെ ജീവൻ, പ്രാണശക്തിയാണ് അതിനകത്തോട് ഓടുന്നത്. അപ്പോൾ ഈ 72,000 നാഡികൾ നമ്മുടെ ഉച്ചന്തല തൊട്ട് ഉള്ളങ്കാല് വരെ ഇങ്ങനെ പിന്നിപ്പിണഞ്ഞ് ഒരു നെറ്റ്വർക്ക് പോലെ കിടപ്പുണ്ട്. ഓക്കെ, നെറ്റ്വർക്ക് പോലെ. ആ നെറ്റ്വർക്കാണ് ഈ അന്നമയ കോശത്തിനും മനോമയ കോശത്തിനെയും ഇണയ്ക്കുന്ന പാലമായിട്ട് ഇത് രണ്ടിലും കൂടെ ഇങ്ങനെ തൊട്ട് ഇങ്ങനെ കിടക്കുന്നത്. ഓക്കെ, അപ്പം ഈ എനർജി ചാനലിൽ ഈ പ്രാണനാണ് ഓടുന്നതെന്ന് വെച്ചാൽ, ഞാൻ പറയട്ടെ, ഒരാൾ മരിച്ചു പോയാൽ എന്തു പറയും? പ്രാണം പോയി, ശ്വാസം പോയി, ജീവൻ പോയി. അപ്പം ഇതിൻ്റെ അർത്ഥം എന്തുവാ? ഇതെല്ലാം ഒന്നാണ്. നമ്മുടെ ജീവൻ, നമ്മുടെ പ്രാണൻ അല്ലെങ്കിൽ പ്രാണശക്തി, അല്ലെങ്കിൽ നമ്മുടെ ശ്വാസം, ഇതെല്ലാമേ ഒന്നാണ്. ഓക്കെ, അപ്പോൾ ഈ 72,000 നാഡികളിൽ കൂടെ ഓടുന്ന പ്രാണശക്തിയാണ് നമ്മുടെ ജീവശക്തി. ഈ പ്രാണശക്തി നമുക്ക് എവിടുന്ന് കിട്ടുന്നു? നമ്പർ 1, നമ്മൾ ശ്വസിക്കുന്ന കാറ്റിൽ. എന്താ വെച്ചാൽ ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു ഇരിക്കുന്നതാണ് ഈ പ്രാണശക്തി. ആ പ്രാണശക്തിക്കാണ് കോസ്മിക് എനർജി എന്ന് പറയുന്നത്. എന്താ വെച്ചാൽ കോസ്മോസ്, പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിൽ ഉള്ളത് കോസ്മോ. പ്രപഞ്ചത്തിൻ്റെ ഇന്നൊരു പേരാണ് പ്രപഞ്ചം എന്ന് നമ്മൾ സാൻസ്ക്രിറ്റിൽ പറയുന്നു. അതിന് ഇംഗ്ലീഷിൽ യൂണിവേഴ്സ്, കോസ്മോസ്. അപ്പം കോസ്മോസിൻ്റെ എനർജി കോസ്മിക് എനർജി. ഈ കോസ്മിക് എനർജിയാണ് നമ്മുടെ ദേഹത്തിനകത്ത് കയറുന്നത്. എപ്പോൾ? നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ. അപ്പം നമ്മൾ ധ്യാനം ചെയ്യുമ്പോഴാണ് ഈ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ട്യൂബുണ്ട് ഇവിടെ നമ്മുടെ ഉച്ചിയിലുള്ളതാണ് ഒരു ചക്രം, സഹസ്രാര ചക്രം. ഈ സഹസ്രാര ചക്രത്തിൽ നിന്ന് മേളിൽ കൂടെ ഒരു ട്യൂബ്. ഓക്കെ, അതാണ് ബ്രഹ്മേന്ദ്രം. ഈ ബ്രഹ്മേന്ദ്രം വഴി ഈ കോസ്മിക് എനർജി അകത്തൂടെ കയറി സഹസ്രാരത്തേക്ക് വന്ന് ചേർന്ന് അവിടുന്ന് നമ്മുടെ ദേഹം മുഴുക്ക പരവും. അതാണ് കോസ്മിക് എനർജി. ആ കോസ്മിക് എനർജിയാണ് ദേഹത്തിനകത്ത് വരുമ്പം അതിൻ്റെ പേര് പ്രാണിക് എനർജി, അല്ലെങ്കിൽ പ്രാണൻ, അല്ലെങ്കിൽ ജീവൻ. ജീവൻ എന്ന് വെച്ചാൽ നമ്മുടെ ജീവാത്മാ അല്ല, ആ ഒരു ശക്തി. ഓക്കെ, ഒരു ശക്തി ഇങ്ങനെ പ്രവാഹമായിട്ട് ഇങ്ങനെ ദേഹത്തോട്ട് വന്നുകൊണ്ടിരിക്കും മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ. അതാണ് കോസ്മിക് എനർജി ദേഹത്ത് വരുമ്പം പ്രാണൻ അല്ലെങ്കിൽ പ്രാണിക് എനർജി എന്ന് പറയുന്നത്. രണ്ടാമത് ഏതിൽ കൂടെ വരുമെന്ന് വെച്ചാൽ നമ്മൾ ശ്വസിക്കുന്ന കാറ്റിൽ കൂടെ. അകത്ത് കാറ്റ് പോകുമ്പം അതിനകത്ത് ഓക്സിജൻ ഉണ്ട്, കാറ്റ് വെളിയിൽ വരുമ്പം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അതൊക്കെ സയൻറ്റിഫിക്കലായിട്ട് പറയുന്നതാണ്. O2 ഉണ്ട്, CO2 ഉണ്ട്, അകത്ത് വരുന്നു, പുറത്ത് പോകുന്നു. അത് ഒരു ഭാഗം, കാറ്റിൻ്റെ ഒരു ഭാഗമാണ് ഈ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും. അതിനു പുറമേ നമുക്ക് കാണാൻ വയ്യാത്ത ഒരു ശക്തി ഉണ്ട്, അതാണ് പ്രാണശക്തി. അതാണ് ശ്വസിക്കുമ്പം അകത്ത് പോകുന്നതും വെളിവിടുന്നതും നമ്മുടെ പ്രാണശക്തിയാണ്. ഓക്കെ, ഈ പ്രാണശക്തിയാണ് ഈ എനർജി ചാനലിൽ കൂടെ ഓടുന്നത്. ഓക്കെ, അതാണ് നാഡി. അപ്പോൾ 72,000 നാഡികളുണ്ട്. ഇതിൽ 2 കാര്യം നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തതയായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ. ഒന്ന്, ഈ നാഡിയെ ഞരമ്പിൻ്റെ കൂടെ കൺഫ്യൂസ് ചെയ്യാൻ പാടില്ല. നാഡി വേറെ, ഞരമ്പ് വേറെ. തമിഴിൽ നരമ്പ് എന്ന് പറയും, മലയാളത്തിൽ ഞരമ്പ് എന്ന് പറയുന്നു. ഞരമ്പ് വേറെ, നാഡി വേറെ. ഓക്കെ, ഈ
ഇപ്പം 72,000 നാഡികളാണ് ഈ ആസ്ട്രൽ ബോഡിയിലുള്ളത്. പക്ഷേ ഈ ഞരമ്പ് എന്ന് പറയുന്നത് വേറെയാണ്. ഞരമ്പ് എന്ന് പറയുന്നത് നെർവസ് സിസ്റ്റത്തിൻ്റെ, ഞരമ്പ് മണ്ഡലത്തിൻ്റെ ഒരു ഭാഗമാണ് ഞരമ്പുകൾ. ഓക്കെ. അപ്പോൾ ഈ ഞരമ്പ് എന്ന് പറയുമ്പോൾ ഈ നെർവസ് സിസ്റ്റം, ഈ നരമ്പ് മണ്ഡലം എന്ന് പറയുന്നത് എന്തുവാ? തലച്ചോറ്, ബ്രെയിന്, അല്ലാതെ നട്ടെല്ല്, സ്പൈനൽ കോഡ്. അപ്പം അതിലേന്ന് ഇപ്പം നമ്മുടെ തലേന്ന്, തലച്ചോറിൽ നിന്ന് 12 പേഴ്സ്, 12 എന്ന് വെച്ചാൽ റൈറ്റ് സൈഡ് 12, ലെഫ്റ്റ് സൈഡ് 12, അങ്ങനെ 12 പേഴ്സ് ഓഫ് ക്രേനിയൽ നെർവ്സ്. ക്രേനിയൽ നെർവ്സ് എന്ന് വെച്ചാൽ, ക്രേനിയം എന്ന് വെച്ചാൽ തല, ഈ തല ഓട്, മണ്ട ഓട്, ഈ തലയ്ക്കകത്തിരിക്കുന്ന തലച്ചോറിനകത്തുനിന്ന് 12 പേഴ്സ് ഓഫ് നെർവ്സ് എല്ലാം ഈ കഴുത്തിൽ കൂടെ ദേഹത്ത് വരും, താഴെ ഇറങ്ങും. ഇവിടെയും വ്യാപിച്ചിരിക്കുന്നു, കഴുത്തിൽ കൂടെ താഴെ ഇറങ്ങി ടിപ്പ് ഓഫ് ദ ടോ, അതായത് നമ്മുടെ കാൽ വിരൽ നുനി വരെ പോകുന്നത് നരമ്പുകൾ. നരമ്പുകളെ നമുക്ക് കണ്ണിൽ കാണാൻ പറ്റും. ഞാനൊക്കെ ഡിസെക്ഷൻ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. കോക്രോച്ച്, അതായത് പാറ്റ, പല്ലി, ഇത് തവള, ഇതൊക്കെ മീൻ, ഇതൊക്കെ വെട്ടുന്നുണ്ട്, വെട്ടി ഡിസെക്ഷൻ ചെയ്ത്. അപ്പം ഞങ്ങൾ നരമ്പുകളെയാണ് എടുത്തു വയ്ക്കുന്നത്, ഞരമ്പുകൾ. ഇപ്പോൾ വേറെ ഒന്നും വേണ്ട, ഇത്രയും ഒന്നും തല പുണ്ണാക്കേണ്ട കാര്യമില്ല. മീൻ വെട്ടുമ്പോൾ തലയോട്ടിനെ ഉടച്ച് അതിനകത്തുള്ള തലച്ചോറിനെ എടുത്ത് നോക്കിയാൽ ഞരമ്പുകൾ കാണാൻ പറ്റും. അതാണ് ഞരമ്പുകൾ. അപ്പം ഞരമ്പുകൾ വേറെ, നാഡികൾ വേറെ. ഇപ്പം തലേന്ന് 12 പേഴ്സ്, 12 പേർ റൈറ്റിലും ലെഫ്റ്റിലും വരുന്നു. അതേപോലെ നട്ടെല്ലിന്ന് 31 പേർ വരും. 31 പേർ ഓഫ് നെർവ്സ് ഇങ്ങനെ വെളി വരും. അതും ദേഹം മുഴുക്ക പരവിയിട്ടുണ്ട്, വ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഞരമ്പ് വേറെ, നാഡികൾ വേറെ. ഓക്കെ. അപ്പം ഈ 31 പേഴ്സിൻ്റെ സ്പൈനൽ നെർവ്സ്, നട്ടെല്ലിൽ നിന്ന് വരുന്നതിന് സ്പൈനൽ നെർവ്സ് എന്ന് പറയും. തലച്ചോറിൽ നിന്ന് വരുന്നത് ക്രേനിയൽ നെർവ്സ് എന്ന് പറയും. ഈ 31 പേഴ്സ് ഓഫ് സ്പൈനൽ നെർവ്സ് ഈ കഴുത്തിലുള്ളത് 7 അതിന് പേരാണ് സെർവിക്കൽ. അടുത്തത് തൊറാസിക്, ഇടുപ്പ്, നെഞ്ചിൻ്റെ ഭാഗത്തുള്ളത് തൊറാസിക്. താഴെ ഇടുപ്പിലുള്ളത് ലംബാർ, അതിന് താഴെ ഉള്ളത് സേക്രൽ, അതിൻ്റെ താഴെ കോക്സിജിയൽ. ഈ ഡീറ്റെയിൽസ് ഒന്നും നമുക്കിപ്പം വേണ്ട. അതായത് ചിലരൊക്കെ സയൻസ് പഠിച്ചു കാണും, അവർക്കൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഈ പേരുകളൊന്നും അറിയാൻ വയ്യാത്തവർ, സയൻസ് പഠിക്കാത്തവർ ഈ പേരുകളെല്ലാം വെച്ച് തലയെ പുണ്ണാക്കേണ്ട കാര്യമില്ല. ഓക്കെ. ഈ 12 പേരും ഈ 31 പേരും കൂടെ അറിഞ്ഞില്ലെങ്കിലും സാരമില്ല, ഒന്നും വേണ്ട. ഈ ഒരു മീനെടുത്ത് വെട്ടുമ്പോൾ അതിനകത്ത് ഞരമ്പുകൾ കാണും, അത് കണ്ട് മനസ്സിലാക്കിയാൽ മതി. ഞാൻ എന്തിനാണ് ഇവിടെ പറയുന്നത് വെച്ചാൽ, നമ്മളുടെ ഉദ്ദേശം നരമ്പുകളെക്കുറിച്ച് പഠിക്കാനല്ല. പക്ഷേ നരമ്പ് എന്ന് വെച്ചാൽ എന്തുവാ, അതായത് ഞരമ്പ് എന്ന് വെച്ചാൽ എന്തുവാ, നാഡി എന്ന് വെച്ചാൽ എന്തുവാ എന്ന് നമുക്ക് അറിയണം. ഞരമ്പിനെ കാണാൻ പറ്റും, നാഡികളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല. അത്രയെങ്കിലും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. 2. പിന്നെ വേറെ ഒരു കാര്യമുണ്ട്. നമ്മുടെ ഹാർട്ടിൽ നിന്ന് നിറയെ ട്യൂബ്സ് ഉണ്ട്, അതുവഴി രക്തം ഓടുന്നുണ്ട്. അതിന് പേരാണ് ധമനികൾ, ഇല്ലയോ? ധമനികൾ. അപ്പം ആർട്ടറീസ് ഉണ്ട്, വെയിൻസ് ഉണ്ട്. വെയിൻസിന് സിരകൾ എന്ന് പറയും, ധമനികൾ പറയും. അത് വേറെ. ഓക്കെ. സോ ഞരമ്പിനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും, ധമനികളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും, സിരകളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. പക്ഷേ നാഡികളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ നാഡികൾ ആസ്ട്രൽ ബോഡിയുടെ ഒരു ഭാഗമാണ്. ആസ്ട്രൽ ബോഡിയെ തന്നെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല. അപ്പം ഇതിൻ്റെയൊക്കെ പിക്ചേഴ്സ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നുണ്ട്, അത് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തത കിട്ടും. ഓക്കെ, അതൊരു കാര്യം. പിന്നെ ഈ 72,000 നാഡികളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 നാഡികളെ പറയും. ഒരുപാട് നാഡികളുണ്ട്, എല്ലാമേ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ അതിൽ വളരെ വളരെ പ്രാധാന്യമായിട്ട് ഉള്ളത് 3 നാഡികളാണ്. ഒന്ന് സുഷുമ്നാ നാഡി. സുഷുമ്നാ നാഡി എന്ന് പറയുന്നത് നമ്മളുടെ ഉച്ചന്തല തൊട്ട് താഴെ മൂലാധാരം വരെ പോകുന്ന ഒരു നാഡിയാണ്. അത് നമ്മുടെ നട്ടെല്ലിൻ്റെ സെൻറ്ററിനകത്ത് പോകുന്നതായിട്ടാണ് ആൾക്കാർ അതിനെ വിവരിച്ചിരിക്കുന്നത്. നട്ടെല്ലിൻ്റെ സെൻറ്റർ എന്ന് വെച്ചാൽ അപ്പം നട്ടെല്ലിനെ വെട്ടിപ്പൊളന്ന് നോക്കിയാൽ അതിനകത്ത് കാണുമല്ലോ, അല്ല. അതിന്
പാരലായിട്ട് പോകുന്നതാണ് ഈ സുഷുമ്ന നാഡി. ഓക്കെ, അതൊന്ന്. പിന്നെ സുഷുമ്ന നാഡിക്ക് റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും വേറെയും 2 ഇമ്പോർട്ടൻറ്റ് നാഡികളുണ്ട്. ഇപ്പം 3 നാഡികളാണ് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞത് ഇല്ല. അതിൽ ഒന്ന് സുഷുമ്ന നാഡി, രണ്ടാമത് അപ്പുറത്തും ഇപ്പുറത്തും പോകുന്നത് ഇട പിങ്കള. ഈ ഇട എന്ന് പറയുന്നത് ഇടത്ത് വശത്ത് ഉള്ള നാഡി, പിങ്കള എന്ന് പറയുന്നത് വലത്ത് വശത്തുള്ള നാഡി. അതായത് സുഷുമ്നയ്ക്ക് ഇടത്ത് വശവും വലത്ത് വശവും ഉള്ള നാഡി. ഓക്കെ, ഇപ്പം ഈ ഇട എന്ന് പറയുന്ന നാഡി അപ്പം സുഷുമ്നയുടെ ലെഫ്റ്റ് സൈഡ് ഉണ്ട്, അതിന് ലെഫ്റ്റ് സൈഡുള്ള ഇത് വന്ന് അമ്മയുടെ ഗുണങ്ങളെ കൺട്രോൾ ചെയ്യുന്ന നാഡിയാണ് ഇത്. മെറ്റേണൽ അല്ലെങ്കിൽ ഫെമിനൈൻ എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അതായത് അമ്മയുടെ ഗുണാതിശയങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് ഇത്. അതുമാത്രമല്ല ഈ ഇടനാഡി എന്ന് പറയുന്നത് മനസ്സിനെ അസോസിയേറ്റഡ് ആണ്, മനസ്സിന് ഒരുപാട് ക്ലോസ് ആയിട്ടുള്ളതാണ്. അതുമാത്രമല്ല ഇതിനെ കറക്റ്റായിട്ട് ഇത് ഏതിൻ്റെ അടിയിൽ വരുമെന്ന് വെച്ചാൽ ഇത് ചന്ദ്രൻ്റെ ആധിക്യത്തിലുള്ളതാണ്. അതായത് ചന്ദ്രൻ ഈ ഇടനാഡിയെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ ഇടനാഡി എന്ന് പറയുന്നത് എവിടുന്ന് തുടങ്ങുമെന്ന് ചോദിച്ചാൽ ഇടതുകാൽ പെരുവിരലിൻ്റെ നുനിന്ന് കാലി മേളിൽ കൂടെ കയറി മൂലാധാരത്തിൽ വന്ന്, മൂലാധാരത്തിനെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കാൻ പോകുന്നു, തൽക്കാലം മനസ്സിലാക്കിക്കോളൂ. മൂലാധാരത്തിൽ വന്ന് ചേർന്ന് മൂലാധാരത്തിൽ നിന്ന് ഓരോ ചക്രാസിലും ഇങ്ങനെ പിന്നിപ്പിണഞ്ഞ് ഇങ്ങനെ പോയി നമ്മുടെ ആജ്ഞാചക്രത്തിൽ വന്ന് ചേരും. അതാണ് ഇടനാഡി. ആജ്ഞാചക്രത്തിൽ നിന്ന് വീണ്ടും താഴോട്ട് വന്ന് നമ്മുടെ ഇടത് ഈ മൂക്കിൻ്റെ ടിപ്പിൽ വന്ന് അത് തീരും. എല്ലാത്തിനും ഒരു തുടക്കവും ഒരു എൻഡും വേണമല്ലോ. അപ്പം എവിടെ തുടങ്ങുന്നു? ഇടതുകാൽ പെരുവിരലിൻ്റെ നുനിന്ന് തുടങ്ങി മേളിൽ കയറി വന്ന് ആജ്ഞായിൽ വന്ന് ആജ്ഞായിൽ നിന്ന് താഴെ വന്ന് ഇവിടെ വന്ന് തീരും. അതേപോലെ പിങ്കളനാഡി എന്ന് പറയുന്നത് സുഷുമ്ന നാഡിയുടെ വലത്ത് ഭാഗം ഉള്ളതാണ്. അത് വലതുകാൽ പെരുവിരളിൽ നിന്ന് മേളിൽ കൂടെ തുടയിൽ കൂടെ കയറി മൂലാധാരത്തിൽ ചെന്ന് ഈ ഓരോ ചക്രാസിലും ഇങ്ങനെ പിന്നിപ്പിണഞ്ഞ് ഇങ്ങനെ പോയി അത് ആജ്ഞായിൽ പോയി ആജ്ഞായിൽ നിന്ന് താഴെ കൂടെ വന്ന് വലത് നാശിദ്വാരം ഈ മൂക്കിൻ്റെ ദ്വാരത്തിൻ്റെ അവിടെ വന്ന് തീരും. ഓക്കെ, പിന്നെ ഈ പിങ്കള നാഡി എന്ന് പറയുന്നത് അച്ഛൻ്റെ ആധിക്യത്തിലുള്ളതാണ്. അച്ഛൻ്റെ എന്ന് വെച്ചാൽ അച്ഛൻ്റെ സ്വഭാവങ്ങൾ കൊണ്ടുവരുന്നതാണ്. അപ്പം ഈ സ്വഭാവങ്ങൾ കൊണ്ടുവരുന്നതെന്ന് പറയുമ്പം നിങ്ങൾക്ക് തോന്നാം വത്സമയം അത് ഈ ജീൻസ് അല്ലയോ വത്സമയം നമ്മുടെ സ്വഭാവങ്ങളെ അമ്മയുടെ അച്ഛൻ്റെ സ്വഭാവങ്ങളെയൊക്കെ കൊണ്ടുവരുന്നേ ആണ്. നിങ്ങൾ പറയുന്നത് ചിന്തിക്കുന്നത് ശരിയാണ്. ജീൻസ് മുഖാന്തരമാണ് ഈ ക്യാരക്ടേഴ്സ് എല്ലാം പാസ് ഓൺ ചെയ്യുന്നത്. പക്ഷേ ഈ നമ്മളെ അറിയാണ്ട് നമ്മുടെ ദേഹത്തും ഈ ഞാൻ പറഞ്ഞിട്ടുണ്ട് 9 ഗ്രഹങ്ങളും നമ്മളുടെ സ്വഭാവത്തിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് വെച്ചാൽ അതിനെ കൂട്ടാനും കുറയ്ക്കാനും ഉള്ള ശക്തി. അതാണ് ഈ പിങ്കള നാഡികൾ വഴിയായിട്ട് കടന്ന് ഓടുന്നത്. ഓക്കെ, അപ്പം അച്ഛൻ്റെ പെറ്റേണൽ സ്വഭാവങ്ങൾ. അതുമാത്രമല്ല ഇത് ബുദ്ധി സംബന്ധപ്പെട്ടതാണ്. ഇടനാഡി എന്ന് പറയുന്നത് മനസ്സ് സംബന്ധപ്പെട്ടത്. അതാണ് മൂണിൻ്റെ അടിയിൽ വരുന്നത്. മൂണെന്ന് വെച്ചാൽ ചന്ദ്രൻ്റെ ആധിക്യത്തിൽ വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ചന്ദ്രൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ മാനസിക രോഗം ഉള്ളവർക്കെല്ലാം ഈ അമാവാസ്യയ്ക്കും പൗർണമിക്കും അത് രോഗങ്ങൾ കൂടും. എന്താണെന്ന് വെച്ചാൽ മനസ്സെന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് ചന്ദ്രൻ്റെ ആധിക്യത്തിൽ വരുന്നതാണ്. അതേ സമയത്ത് ബുദ്ധി പ്രയോഗിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഇല്ല. അപ്പം ഈ ബുദ്ധി എന്ന് പറയുന്നത് ഈ സൂര്യൻ്റെ ആധിക്യത്തിൽ വരുന്നതാണ്. ഓക്കെ, സൂര്യൻ്റെ കൺട്രോളിൽ വരുന്നതാണ് ബുദ്ധി. അത് മിക്കവാറും അച്ഛൻ്റെ ഗുണാതിശയങ്ങളെ കൊണ്ടുവരും. ഓക്കെ, അതാണ് ഇത്. അപ്പം ഇത് മൂന്നും ഇതിൻ്റെയും ഞാൻ പടങ്ങൾ ഇടുന്നുണ്ട്. ഇപ്പം പടങ്ങൾ ഇടുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പം ഇത്രയാണ് തൽക്കാലം നമ്മൾ നാഡികളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. അപ്പം 72,000 നാഡികൾ ആസ്ട്രൽ ബോഡിയിൽ ഉള്ളതാണ്. അടുത്തത്
72,000 നാഡികൾക്ക് പുറമെ 114 ചക്രങ്ങളുണ്ട്. ഇപ്പം ചക്രം എന്ന് വെച്ചാൽ എന്തുവാ? ഏനോ പണ്ടേ കാലത്ത് ഞങ്ങളുടെ അമ്മൂമ്മയൊക്കെ പറയും, തിരുവനന്തപുരത്തൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾ അരയണ, കാലണ, 8 ചക്രം, 4 ചക്രം എന്നൊക്കെ പറഞ്ഞ് കാശിൻ്റെ വിലയാണ് അത് ചക്രം എന്ന് പറയുന്നത്. ഈ ചക്രം എന്ന് പറയുന്നത് ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സൈക്കിളിലുള്ള ചക്രം, വണ്ടിച്ചക്രം, കാറിലുള്ള ചക്രം, മോട്ടോർ സൈക്കിളിലുള്ള ചക്രം. ഈ ചക്രം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഉരുണ്ടോടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് കാശിനെയും ചക്രം എന്ന് പറയുന്നത്. എന്താ വെച്ചാൽ ഒരു കാശും ഒരു നാളും ഒരേ ആളിൻ്റെ കയ്യിൽ കുറേ നാൾ നിൽക്കത്തില്ല. അത് കൈമാറി പോകും. അതുകൊണ്ടാണ് ചക്രം എന്ന് പറഞ്ഞത്. അതുപോലെ ഏത് ചക്രം എടുത്താലും അത് ഉരുണ്ടുരുണ്ട് പോകുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പം നമ്മുടെ ദേഹത്ത് ഈ ആസ്ട്രൽ ബോഡിയിലുള്ള ചക്രം എന്ന് പറഞ്ഞാൽ എന്തുവാ എന്ന് പറഞ്ഞാൽ, ഈ 72,000 നാഡികളിൽ കൂടെ ഈ പ്രാണശക്തി ഓടുന്നില്ലേ? ഈ പ്രാണശക്തി തന്നെ ചില ഇടങ്ങളിൽ ഊർജം സാന്ദ്രീകരിച്ച് കാണും. അതായത് എനർജി ഈസ് കോൺസെൻട്രേറ്റഡ്. എനർജി ഈസ് കോൺസെൻട്രേറ്റഡ് എന്ന് വെച്ചാൽ എന്തുവാ? ആ ശക്തി കുറെ കൂടുതൽ ഒരു ഭാഗത്ത് കാണും, പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഓടും, പിന്നെ ചില സ്ഥലത്ത് സാന്ദ്രീകരിച്ച് കാണും. അതായത് കൂടുതൽ അക്യൂമുലേറ്റ് ആയിരിക്കും, കോൺസെൻട്രേറ്റഡ് ആയിട്ടിരിക്കും. അതാണ് ചക്രാസ് എന്ന് പറയുന്നത്. സോ ചക്രാസ് ആർ എനർജി സെൻറ്റേഴ്സ് ഇൻ ദ ആസ്ട്രൽ ബോഡി. അപ്പം ഇതിനെ ചക്ര എന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഈ എനർജി സെൻറ്റർ വന്ന് ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കും. അതായത് റൈറ്റ് സൈഡ് മൂവ് ആകും ക്ലോക്ക് വൈസ്, ലെഫ്റ്റ് സൈഡ് ആൻറ്റി ക്ലോക്ക് വൈസ്, ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കും. ആ മൂവ്മെൻറ്റ് കൊണ്ടാണ് ഇതിനെയൊക്കെ, ഈ എനർജി സെൻറ്റേഴ്സിനെ ചക്രാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എത്ര ചക്രാസ് ഉണ്ട് മൊത്തം? നമ്മൾ ഒന്നുകൂടെ പറഞ്ഞിട്ട് ആ നമ്പറിലോട്ട് വരാം. ഈ ചക്രാസ് ഈ ഞാൻ പറഞ്ഞില്ലേ, ബ്രഹ്മേന്ദ്രം വഴിയാ കോസ്മിക് എനർജി സഹസ്രാരം വഴിയാ നമ്മുടെ ദേഹത്ത് പോകുമെന്ന്. അപ്പം ഈ ചക്രാസ് വഴിയാണ് ഈ നാഡികളിലെല്ലാം അത് പരവുന്നത്, ഈ എനർജി. ഓക്കെ, അപ്പം ഈ കോസ്മിക് എനർജി വരുമ്പം അത് ക്ലോക്ക് വൈസ് ആയിട്ട് തിരിയും. നമ്മുടെ ദേഹത്തുണ്ടാകുന്ന വേണ്ടാത്ത ശക്തികളെല്ലാം വെളിയിൽ തള്ളുമ്പം അത് ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിയും. സോ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ്, ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ്, ഇങ്ങനെ രണ്ട് സൈഡും തിരിഞ്ഞും മറിഞ്ഞും ഇരിക്കും. ഓക്കെ, അങ്ങനെ ഉള്ള എനർജി നിറഞ്ഞിട്ടുള്ള ചില ഭാഗങ്ങളുണ്ട്. അതിനാണ് ചക്രാസ് എന്ന് പറയുന്നത്. എനർജി സെൻറ്റേഴ്സ് ഇൻ ദ ആസ്ട്രൽ ബോഡി ആർ കോൾഡ് ചക്രാസ്. ഇതിൽ ഈ ചക്രാസിനെ അതിലാണ് 114 ചക്രാസ് ഉള്ളത്. ഈ 114 ചക്രാസിലെ ഇത് വന്ന് ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ഈ സംഖ്യ ഉണ്ടല്ലോ, നമ്പറുകൾ ഒരുപാട് ബുക്കുകളിലുണ്ടെങ്കിലും ഞാൻ ഡയറക്റ്റായിട്ട് സദ്ഗുരു പറഞ്ഞാണ്, സദ്ഗുരുവിൻ്റെ ഒരു വീഡിയോയിൽ കേട്ട് മനസ്സിലാക്കിയതാണ്. അദ്ദേഹം പറയുന്നത് എന്തുവാന്ന് വെച്ചാൽ, ഈ 114 4 ആർക്കും വർക്ക് ആവുന്നില്ല, മനുഷ്യർക്കാർക്കും വർക്ക് ആവുന്നില്ല. ബാക്കി അപ്പം എത്ര ഉണ്ട്? 110. അതിൽ ഒരു ചക്ര എന്ന് പറയുന്നത് നമ്മുടെ തലയ്ക്ക് മീതെ വെളിയിലുള്ളതാണ്. അതേപോലെ നമ്മുടെ ദേഹത്തിൻ്റെ അടിയിൽ, ഇപ്പം നിന്നാൽ കാലിൻ്റെ അടിയിൽ ഉള്ള ഒരു ചക്രയാണ്. അതും നമ്മുടെ ഡയറക്റ്റായിട്ടുള്ള ദേഹത്തിനെ ബാധിക്കുന്നില്ല. അപ്പം 4 വർക്കാവുന്നില്ല. 114 - 4 110. അതിൽ ഒന്ന് തലയ്ക്ക് മീതെ വെളിയിൽ, ഇനി ഒന്ന് കാലിൻ്റെ കീഴെ താഴെ, കാലിൻ്റെ താഴെ വെളിയിൽ. അപ്പം അത് രണ്ടും നമുക്ക് കണക്കിലെടുക്കണ്ട. അപ്പം 110 2 പോയാൽ 108 ചക്രാസ് ഉണ്ട്. ഈ 108 ചക്രാസും റൈറ്റ് സൈഡ് 54, ലെഫ്റ്റ് സൈഡ് 54. അങ്ങനെയാണ് നമ്മുടെ ആസ്ട്രൽ ബോഡി മൊത്തം വ്യാപിച്ചിരിക്കുന്നത്. അപ്പം ഈ 54 ചക്രാസും എവിടെ ഉണ്ട്? ഈ നാഡികളിലാണ് അവിടെ കിടക്കുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ വേറൊന്നും വേണ്ട, ഒരു നൂലെടുക്കുക, ഈ നൂലിൻ്റെ നടുക്ക് നോട്ട്സ് ഇടുക. ഈ നോട്ടിട്ടാൽ കുരുക്കിടുന്നു, നമ്മളായിട്ട് കുരുക്കാവുന്നതല്ല, നമ്മളായിട്ട് കുരുക്കിടുന്നു. അപ്പം ഈ കുരുക്കിടുമ്പം ഓരോ കുരുക്കും ഒരു ചക്രം. അപ്പം നീളത്തിൽ കിടക്കുന്ന നൂല് ഒരു നാഡി എന്ന് വെച്ചാൽ,
ചില നാഡികളിൽ, എല്ലാ നാഡികളിലല്ല, ചില നാഡികളിൽ ചില സ്ഥലങ്ങളിൽ ഈ ശക്തി കൂടുതലായിട്ട് കുമിഞ്ഞിരിക്കും. ഓക്കെ, ആ ഭാഗത്തിനെയാണ്, ഈ നോട്ടിനെയാണ്, ഈ കുരുക്കിനെയാണ് നമ്മൾ ചക്ര എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് സദ്ഗുരു ഒരു സ്റ്റെപ്പ് അഹെഡായിട്ട് പോയിട്ട് സദ്ഗുരു എന്തുവാ പറയുന്നത് വെച്ചാൽ, ഈ സാൻസ്ക്രിറ്റിൽ 54 ലെറ്റേഴ്സ് ഉണ്ട്. ഇപ്പം ഇംഗ്ലീഷിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 26. എ ടു സി, എ ടു ഇസെറ്റ്, ABCDEFGH, എ ടു ഇസെറ്റ്. ഇപ്പം ഇസെറ്റിനെയാണ് എല്ലാവരും സി എന്ന് പറയുന്നത്. അപ്പോൾ എ ടു ഇസെറ്റോ എ ടു സിയോ അത് 26 ലെറ്റേഴ്സ് ഉണ്ട്. അതുപോലെ മലയാളത്തിൽ 56 ലെറ്റേഴ്സ് ഉണ്ട്. അതുപോലെ സാൻസ്ക്രിറ്റിൽ 54 ലെറ്റേഴ്സ് ഉണ്ട്. ഈ 54 ലെറ്റേഴ്സുമാണ് ഈ 54 ചക്രാസിനെ കുറിക്കുന്നതാണ് എന്നാണ് സദ്ഗുരു പറയുന്നത്. ഓക്കെ, എനിവേ നമ്മളെക്കാട്ടിലും അറിഞ്ഞതാണ് സദ്ഗുരുവിന്. അതുകൊണ്ട് സദ്ഗുരു പറയുന്നതിനെ നമ്മൾ മനസ്സിലാക്കുക, ആ രീതിയിൽ തന്നെ മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ ഇപ്പം ഇത്രയൊക്കെ നമുക്ക് മനസ്സിലാക്കി. ഇനി എന്തുവാന്ന് വച്ചാൽ, ഈ ചക്രാസിൽ എത്ര ചക്രാസാണ് വളരെ പ്രാധാന്യമുള്ളത്? 7 ചക്രാസാണ് വളരെ പ്രാധാന്യമുള്ള ചക്രാസ്. നമുക്ക് ഓരോ ചക്രയും ഒരു വീഡിയോയിൽ ഞാൻ പറയും. അതായത് ഒരു വീഡിയോ ഒരു ചക്രയ്ക്ക് എന്ന് ഞാൻ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഓരോ ചക്രാസിനെ കുറിച്ചും ഓരോ ചക്രായിനെ കുറിച്ചും നമ്മൾ വിവരമായിട്ട് നമ്മൾ പഠിക്കാൻ പറ്റും. ഓക്കെ, ഇത് വന്ന് ഇൻട്രഡക്ഷൻ, ആസ്ട്രൽ ബോഡി എന്നുള്ള ഒരു ജനറൽ അക്കൗണ്ടാണ് ഈ വീഡിയോയിൽ ഞാൻ തരുന്നത്. അപ്പം എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രാധാന്യമായിട്ടുള്ള 7 ചക്രാസ് എന്ന് പറഞ്ഞാൽ, മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം. അപ്പം 7 ചക്രാസിന് 7 വീഡിയോസ്. ഇത് ഒന്ന് കോമൺ ആയിട്ടുള്ള ആസ്ട്രൽ ബോഡിയെക്കുറിച്ചുള്ള വീഡിയോ. ഓക്കെ, അപ്പം ഇതിൽ ഈ ഈ ഈ മൂലാധാരം, സ്വാധിഷ്ഠാനം, അതിൻ്റെ പൊസിഷനുള്ള പടം ഞാൻ ഇടാം, ഇപ്പം ഇടുന്നുണ്ട്. അതിൽ ഈ ഉദ്ദേശം ഏകദേശം എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഇത് ചിലർ ഈ മുൻവശത്ത് കാണിക്കും, ദേഹത്തിൻ്റെ മുൻവശത്ത്. ഇപ്പം ആജ്ഞ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടാണ് കാണിക്കുന്നത്, ഇല്ലയോ? 2 പുരുവത്തിൻ്റെ നടുവിൽ, പുരുവ മധ്യയിൽ, നടുക്ക്, നെറ്റിയിലുള്ളതാണ് ജ്ഞാനക്കൺ, ആജ്ഞാചക്ര എന്ന് പറയുന്നത്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സുഷുമ്ന നാഡി എന്ന് പറയുന്നത് ഈ നട്ടെല്ലിൻ്റെ നടുക്കൂടെ പോകുന്ന, അതായത് ആസ്ട്രൽ ബോഡിയുടെ നടുക്ക് സെൻറ്ററിൽ പോകുന്നതാണ് സുഷുമ്ന നാഡി. അപ്പോൾ ഈ സുഷുമ്ന നാഡി എന്ന് പറയുന്നത് അടിയിലുള്ള മൂലാധാരത്തിൽ നിന്ന് ഇവിടെ സഹസ്രാരം വരെയാണ് പോകുന്നത്. അപ്പം അതിൽ സുഷുമ്ന നാഡിയിലുള്ള ചക്രസാണ് ഇപ്പം ഞാൻ പറഞ്ഞ 7. ഏറ്റവും അടിയിലുള്ളത് മൂലാധാരം, ഏറ്റവും മുകളിൽ ഉച്ചിയിൽ, തല ഉച്ചിയിലുള്ളത് സഹസ്രാരം. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോ മുഖാന്തരം എനിക്ക് പറയാനുള്ളത്. ഇതിൽ വേറെ 1-2 കാര്യങ്ങളും കൂടെ പറഞ്ഞു നിർത്താം. അതായത് ഈ ചക്രാസ് എന്ന് പറയുമ്പോഴേ അതിൽ ഈ എനർജി ഉണ്ടല്ലോ, എനർജി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒരുപാട് എനർജി സ്ഥിരീകരിക്കുന്ന സ്ഥലങ്ങളാണല്ലോ ചക്രാസ്. ഇതിൽ ബ്ലോക്കേജ് ഉണ്ട്. ഈ ബ്ലോക്കേജ് എന്ന് വെച്ചാൽ എന്തുവാ? ഇപ്പം നമ്മൾ പൈപ്പ്, ഇപ്പം ഇരുമ്പ് പൈപ്പ്, പണ്ടേ കാലത്തൊക്കെ ഇരുമ്പ് പൈപ്പിലായിരുന്നു വെള്ളം അയച്ചുകൊണ്ടിരുന്നത്. അത് തുരുമ്പിക്കും, ദ്രവിച്ച് അതിൻ്റെ തുരുമ്പെല്ലാം കൂടെ അകത്ത് ചേർന്ന് അടയും. ഇപ്പം നമുക്ക് ഡ്രെയിനേജിൽ ബ്ലോക്കേജ് ഉണ്ട്, ഡ്രെയിനേജ് പൈപ്പിൽ ബ്ലോക്ക് ഉണ്ട്, വാട്ടർ പൈപ്പിൽ ബ്ലോക്ക് ഉണ്ടെന്ന് വെച്ചാൽ അടപ്പ് എന്ന് വെച്ചാൽ നടുക്ക് എന്തോ അതിനകത്ത് കയറി ഇരിക്കുന്നു. അപ്പം വെള്ളം ഫ്രീ ആയിട്ട് പോകത്തില്ല. അതുപോലെ നമ്മുടെ ഈ ചക്രാസിലും ബ്ലോക്കേജ് ഉണ്ട്, അടപ്പുകളുണ്ട്. അപ്പം ഈ അടപ്പുകൾ ഉള്ളപ്പം ഈ ചക്രാസ് ഇങ്ങനെ ചുറ്റാൻ അതിന് ബുദ്ധിമുട്ടുണ്ട്, ആണല്ലോ. ഇപ്പം എന്തോ ഒന്ന് ഇവിടെ അടഞ്ഞിരിക്കുന്നു, അപ്പം ഇതിങ്ങനെ ചുറ്റാൻ പറ്റത്തില്ല. അപ്പം അത് ഫ്രീ ആയിട്ട് ചുറ്റിയാൽ മാത്രമേ നമുക്ക് ആ ചക്രാസിന് ഉള്ള ഗുണങ്ങൾ നമുക്ക് വെളിയിൽ നല്ലപോലെ പരിണമിക്കത്തുള്ളൂ. ഇപ്പം ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ അത് നമുക്ക് നെഗറ്റീവ് സ്വഭാവങ്ങളായിട്ടും നെഗറ്റീവ് എക്സ്പീരിയൻസ് ആയിട്ടും
അത് നമുക്ക് വെളിയിൽ വരും. അത് ഇനി കുറെ കൂടെ ഓരോ ചക്രാസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ വ്യക്തതയായിട്ട് കിട്ടും, അതിൻ്റെ ഐഡിയ കിട്ടും. അതായത് എനർജി മൂലാധാരത്തിൽ നിന്ന് സുഷുമ്ന നാഡി വഴിയാ സഹസ്രാരത്തിൽ പോന്നു. സഹസ്രാരത്തിൽ നിന്ന് വീണ്ടും താഴോട്ട് മൂലാധാരത്തിലോട്ട് ഇറങ്ങും. ഇങ്ങനെ മേളിലും താഴെയും പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഈ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം ഈ ഏതെങ്കിലും ഒരു ചക്രയിൽ ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് നെഗറ്റീവ് ക്വാളിറ്റി ആയിട്ട് അത് വെളിയിൽ വരും. എന്താ വെച്ചാൽ ഓരോ ചക്രാസിനും ഓരോ ക്വാളിറ്റി ഉണ്ട്, മനസ്സിലായോ? അപ്പം അതുമാത്രമല്ല, ഈ ബ്ലോക്കേജ് ഉള്ളവരെ നമുക്ക് നല്ല പോസിറ്റീവ് എക്സ്പീരിയൻസ് നമ്മുടെ ലൈഫിലില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ ബ്ലോക്കേജിനെ മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഓക്കെ, അതൊക്കെ എന്തുവാന്നുള്ളത് ഞാൻ കുറച്ചും കൂടെ വിവരമായിട്ട് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ കുറച്ചും കൂടെ പറഞ്ഞു തരാം. പക്ഷേ അത് വളരെ ക്ലിയറായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ, പഠിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ഏതെങ്കിലും നല്ല ഇതെല്ലാം മനസ്സിലാക്കിയ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി തന്നെ നിങ്ങൾക്ക് പഠിക്കണം. ഇതൊക്കെ ഞാൻ പറയുന്നതൊക്കെ ബുക്കിഷ്, അതായത് ഒരു നോളേജാണ്. ബുക്കിഷ് നോളേജ് എന്നല്ല. ഞാൻ പറയട്ടെ, ഈ ചക്രാസൊക്കെ ആക്ടിവേറ്റ് ആകുന്നത് നമ്മൾ കുറേ സാധനങ്ങൾ ചെയ്യുമ്പം തന്നെത്താനെ ആക്ടിവേറ്റ് ആകും. ഈ ബ്ലോക്കേജ് മാറും. അപ്പം നമുക്ക് പോസിറ്റീവായിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. അതുമാത്രമല്ല, ഈ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, ഈ 3 ചക്രാസിനെ ലോവർ ചക്രാസ് എന്ന് പറയും. അനാഹതം എന്ന് പറയുന്നത് നെഞ്ചിലുള്ള ചക്രം. ഈ തൊണ്ടക്കുഴിയിലുള്ളതാണ് വിശുദ്ധി. ഈ വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം, ഇത് 3നെയും ഹയർ ചക്രാസ് എന്ന് പറയും. ഈ ലോവർ ചക്രാസ് ആൻഡ് ഹയർ ചക്രാസ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പൊസിഷൻ വെച്ചാണ്. ഇത് 3 നമ്മുടെ ദേഹത്ത് താഴെയുണ്ട്, ഇത് 3 നമ്മുടെ ദേഹത്ത് മേളിലുണ്ട്. അങ്ങനെ വെച്ചാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ മൂലാധാരം ചീത്തയാണ്, ഈ ലോവർ ചക്രാസ് എല്ലാം നമുക്ക് വേണ്ട, മൂലാധാരം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാം, അല്ലെങ്കിൽ മൂലാധാര ചക്രയിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, സഹസ്രാരം മാത്രം നന്നായിരുന്നാൽ മതി, അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താന്ന് വെച്ചാൽ എല്ലാ ചക്രാസും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അപ്പം ചക്രാസ്, ഇപ്പം ഫോർ എക്സാമ്പിൾ, ഈ മൂലാധാരം എന്ന് പറയുന്നത് ആജ്ഞാചക്രയോടെ കണക്റ്റഡ് ആണ്. അപ്പം മൂലാധാര ചക്ര നന്നായിരുന്നാലേ നമുക്ക് ആജ്ഞാചക്രയിലെ വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേപോലെ സ്വാധിഷ്ഠാനം നന്നായിരുന്നാൽ സ്വാധിഷ്ഠാനവും അനാഹത ചക്രവും കണക്റ്റഡ് ആണ്. മണിപൂരക ചക്രയും വിശുദ്ധി ചക്രയും കണക്റ്റഡ് ആണ്. അങ്ങനെ ഈ ചക്രാസ് എല്ലാം ഒന്നോടൊന്ന് കണക്റ്റഡ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ചക്രയിൽ ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിലും അത് മറ്റേ ചക്രാസിനെയും ബാധിക്കും. അപ്പോൾ ഒട്ടുമൊത്തമായിട്ട് നമ്മുടെ ജീവിതത്തിനെ അത് ബാധിക്കും. ജീവിതം എന്ന് വെച്ചാൽ ജീവിതത്തിൽ നമ്മളുടെ സ്വഭാവങ്ങൾ, ഒരാളിൻ്റെ നല്ല സ്വഭാവം, ഒരാളിൻ്റെ ചീത്ത സ്വഭാവം, ഒരാളിൻ്റെ ബോഡി സ്ട്രക്ചർ, അയാൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിചാരിച്ചേ, ഇപ്പം നമ്മൾ കർമ്മയെ കുറിച്ച് പഠിച്ചു, നെഗറ്റീവ് കർമാസ് എങ്ങനെയൊക്കെ നമ്മളുടെ ദേഹത്തിനെ ബാധിക്കുമെന്ന് പഠിച്ചു, മനസ്സിനെ ബാധിക്കുമെന്ന് പഠിച്ചു, ആസ്ട്രൽ ബോഡിയെ ബാധിക്കുമെന്ന് നമ്മൾ പഠിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഹീൽ യുവർ ബോഡി ബുക്ക് റിവ്യൂ അതിൻ്റെ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതും തീർന്നു. അപ്പം ദേഹത്തിലുള്ള ആരോഗ്യ പ്രയാസങ്ങളൊക്കെ വരുന്നത്, അസുഖങ്ങളൊക്കെ വരുന്നത് മനസ്സുകൊണ്ടാണ്. അപ്പം മനസ്സിനെ മാറ്റിയാൽ, അതിനെ മെറ്റാഫിസിക്കൽ മെത്തേഡ് പോസിറ്റീവ് അഫർമേഷൻസ് കൊണ്ട് മാറ്റിയാൽ, മനസ്സിനെ നിയന്ത്രിച്ചാൽ, മനസ്സിൻ്റെ വികാരങ്ങളെ നല്ലതാക്കിയാൽ ദേഹത്തുള്ള അസുഖങ്ങളൊക്കെ മാറുമെന്ന് പറഞ്ഞു. ഇതുപോലെയാണ് ഈ ചക്രാസിലുള്ള ബ്ലോക്സും മാറ്റേണ്ടത് നമുക്ക് അത്യാവശ്യം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിചാരിച്ചേ ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ചക്രാസിനെ കുറിച്ച് പറയാം എന്ന് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ 7-8 വീഡിയോസും ആസ്ട്രൽ ബോഡിയെക്കുറിച്ച് തന്നെ ഞാൻ പ്ലാൻ ചെയ്തത്. ഓക്കെ, ഇത് അറിയുന്നത് വളരെ അത്യാവശ്യമാണ്. ഇത് യോഗികൾക്കും ജ്ഞാനികൾക്കും ഉള്ളത് മാത്രമല്ല, നമുക്കും ഇത് അറിഞ്ഞിരിക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡെയിലി ലൈഫിനും ഇത് വേണം, സ്പിരിച്വൽ ലൈഫിനും വേണം. ഫോർ എക്സാമ്പിൾ, ഈ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, ലോവർ ചക്രാസ് വന്ന് നമ്മളുടെ ഈ
ലൗകിക ജീവിതത്തിന് അത്യാവശ്യമാണ്. അതേ സമയത്ത് അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം ഇതെല്ലാം സ്പിരിച്വൽ ലൈഫിന് ആവശ്യമാണ്. അപ്പം നമുക്ക് ഈ ലോകത്ത് ജീവിക്കും വേണം, സ്പിരിച്വൽ ലൈഫിലോട്ട് മാറും വേണം, മുക്തി നേടണം. അപ്പം നമ്മൾ എല്ലാ ചക്രാസിനെയും ഒരുപോലെ നമ്മൾ ആ ബ്ലോക്കൊക്കെ എടുത്ത് ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മുക്തി നേടാനുള്ള ഒരു ശക്തി നമുക്ക് കിട്ടത്തുള്ളൂ. അതുമാത്രമല്ല, ചിലർ പറയുന്നത് റഫായിട്ട് ഒരു 400-450 ജന്മങ്ങൾ എടുത്താൽ മാത്രമേ, മനുഷ്യജന്മം എടുത്താൽ മാത്രമേ നമുക്ക് മുക്തി കിട്ടത്തുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെയുള്ളപ്പം ഈ ലാസ്റ്റ് ജന്മത്തിലെ ഈ എല്ലാ ചക്രാസും നേരെ ആവത്തുള്ളൂ പോലും. അതുവരെ ഈ ചക്രാസിലുള്ള എനർജിയെ നമ്മൾ ബാലൻസ് ചെയ്യണം. അതിനകത്തുള്ള അടപ്പുകളെ മാറ്റണം. അതിനു വേണ്ടി പല സാധനകൾ ചെയ്യണം. ഇപ്പം ക്രിയായോഗം, ചക്രായോഗം എന്നൊക്കെ പറയുന്നതൊക്കെ ഇതിനെ സംബന്ധിച്ചതുള്ളതാണ്. അപ്പം നമ്മൾ എങ്ങനെ ഈ പ്രാണശക്തിയെ മൂലാധാരത്തിൽ നിന്ന് സഹസ്രാരത്തിലേക്ക് കയറ്റുക, സഹസ്രാരത്തിൽ നിന്ന് മൂലാധാരത്തിലേക്ക് ഇറക്കുക, ഈ കയറ്റി ഇറക്കി ചെയ്യുന്നതൊക്കെ ഓരോ രീതിയിലുള്ള സാധനങ്ങളാണ്. അപ്പം ഈ സാധനങ്ങൾ ചെയ്ത് വേണം നമുക്ക് ഈ ചക്രാസിലുള്ള ബ്ലോക്സിനെ മാറ്റാൻ. അപ്പോൾ ചക്രാസിനെ കുറിച്ച് ഞാൻ ഈ ക്രിയായോഗത്തിനെ കുറിച്ചോ ചക്രായോഗത്തിനെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞു തരത്തില്ല എന്ന് വെച്ചാൽ അതൊക്കെ പറഞ്ഞു തരാനുള്ള ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പറഞ്ഞു തരാനുള്ള അത്രയും ജ്ഞാനം എനിക്കില്ല, എനിക്ക് പോരാ. അതുകൊണ്ട് ഞാൻ അതിലൊന്നും ഇടപെടത്തില്ല. പക്ഷേ ഈ തിയറിറ്റിക്കലായിട്ട് എന്തൊക്കെയാ എന്ന് എനിക്കറിയാവുന്നത് ഞാൻ പലരിടത്ത് ചോദിച്ചതും ബുക്കിൽ നിന്ന് വായിച്ചതും ഒക്കെ ഞാൻ നിങ്ങൾക്ക് പങ്കിടാം. ഓക്കെ. സോ ഇനി വരുന്ന അടുത്ത 7 വീഡിയോസിൽ 7 ചക്രാസിനെ കുറിച്ച് നമുക്ക് വിവരമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ. നന്ദി, നമസ്കാരം.